ഈ ദൈവങ്ങൾക്കൊന്നും അവരുടെ വാസസ്ഥലം പോലും സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ രൂപങ്ങളിലും ഈ കേന്ദ്രങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന അത്രയും നെഗറ്റീവ് ശക്തികളാണ്, പൈശാചിക ശക്തികളാണ് മനുഷ്യർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ദൈവത്തിന്റെ ഈ ക്രിസ്തീയ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ഇതെല്ലാം അങ്ങനെ തന്നെ. ക്രിസ്തീയ ദേവാലയം എന്ന സാധനം ഇല്ല ബൈബിളിൽ. എവിടെ ദേവാലയം പറഞ്ഞ ക്രിസ്ത്യ ദേവാലയം എവിടെ ബൈബിളിലുണ്ട്? അന്ന് ദേവാലയം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നതിന് യേശു വന്ന് നിർത്തിക്കുകയാണ് ചെയ്തത്. അതിന്റെ പേരിലാണ് യേശുവിനെ കൊന്നു കളഞ്ഞത് ഒരു വശം. അപ്പൊ അന്ന് ദേവാലയ പരിപാടി നിർത്താൻ പറഞ്ഞ ആളുടെ പേരിലാണ് ഇപ്പൊ ദേവാലയം കിടക്കുന്നത്. അവന്റെ ജീവിതവും പ്രവൃത്തിയും അവൻ പോസിറ്റീവ് ആകുമ്പോഴല്ലേ അവനിലുള്ള പോസിറ്റിവിറ്റി കൂടുള്ളൂ. ഇത് അവൻ വീണ്ടും തെറ്റിപ്പോവുകയല്ലേ. ഇതെന്തുകൊണ്ട് ഈ ഗുരുക്കന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല? അപ്പൊ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അവനവൻ നന്നാവണം. രോഗശാന്തികളൊന്നും നടക്കില്ല. രോഗശാന്തി നടക്കും, അവരെ നന്നായി നടക്കും. മന്ത്രം ജപിച്ച് കുഴിച്ചു കൊടുക്കൽ, ഏലസ് കെട്ടിക്കൊടുക്കും, ഇതൊന്നും ഇനി സക്സസ് ആവില്ല. സംശയം നോക്കിക്കോ നിങ്ങൾ. ഇങ്ങനെ ആൾക്കാരത്തൊക്കെ പോയി ചോദിച്ചാൽ അറിയാം, അവർക്ക് സക്സസ് ആവില്ല. ഇനി ചെയ്യുന്നവർക്കും ശിക്ഷ കിട്ടും. ദൈവം ആരാണെന്ന് ദൈവം മനുഷ്യരെ പഠിപ്പിക്കണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയുന്ന ദൈവങ്ങളല്ല യഥാർത്ഥ ദൈവം. ഇതെല്ലാം ആ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, കൊച്ചു കൊച്ചു ശക്തികൾ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് സുജോരാജനാണ്. ചേട്ടാ നമസ്തേ. നമസ്കാരം. ചേട്ടാ, ഈ പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ. ഏറ്റവും കൂടുതലും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്, ദൈവങ്ങൾ. എന്തുകൊണ്ടാണ് ദൈവങ്ങൾക്ക് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നത്? ആരാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്? ചിലർ പറയും ദൈവങ്ങൾ തന്നെയാണ്, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയും. എന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ദേവതകളുണ്ട്. ഈ ദൈവങ്ങൾക്കൊന്നും അവരുടെ വാസസ്ഥലം പോലും സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഈ ദൈവങ്ങൾ എന്നുള്ള സാധനം ഇല്ല. നമ്മളീ കാണുന്നല്ല ഈ ദേവന്മാർ, ദേവിമാർ, അല്ല ദേവതകൾ എന്നാണ് പറയണത്. ശരിക്കും ഒറ്റ ദൈവമേ ഉള്ളൂ. ഇതെല്ലാം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം മൊത്തം പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അജ്ഞാത ഒരു മനസ്സ്. ആ മനസ്സിൻ്റെ ഭാവനയിലാണ് ഇത് കംപ്ലീറ്റ് ഉണ്ടായി വന്നിരിക്കുന്നത്. അതിലൊരു മണൽത്തരി അത്രയേ ഉള്ളൂ നമ്മളെ ഭൂമി. ആ ഭൂമിയിൽ ഈ മനുഷ്യരിലൂടെ ശരിക്കും ഈ ആത്മാക്കളെ എനർജിയാക്കി ഇവിടെയിട്ട് പഠിപ്പിച്ച് തിരിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാക്കളെ, മനുഷ്യാത്മാക്കളെല്ലാം സ്വതന്ത്രമായിട്ടാണ് വിടുന്നത്. അപ്പം അവന് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് അവൻ പോസിറ്റീവായി ശരിയിൽ തിരഞ്ഞെടുത്ത് ശരിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്മാവ് ശരിയിലേക്ക് പോകും. തെറ്റായിട്ട് രീതിയിൽ തെറ്റി പോകുന്നവൻ തെറ്റിലേക്ക് പോകും. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ ഭൂമി നടക്കുന്നത്. അപ്പോൾ ഈ സ്വതന്ത്രനായ മനുഷ്യർ മൊത്തം തെറ്റി ഫുൾ നെഗറ്റീവ് ആകുമ്പോൾ ശരിക്കുള്ള ദൈവം, അതായത് പ്രകൃതി, ഇങ്ങനെയൊക്കെ ചില ബാലൻസ് ചെയ്യാൻ വേണ്ടി ചില പ്രക്രിയകൾ ചെയ്യണതാണ് പ്രകൃതി ദുരന്തവും കാര്യങ്ങളും. അപ്പോൾ ഈ മനുഷ്യരുടെ കാര്യങ്ങളെല്ലാം പരിപാലിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനല്ല ഒരുപാട് അദൃശ്യ ശക്തികളെ ഈ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഈ ദേവതമാരെന്നും അല്ലെങ്കിൽ മാലാഖമാരെന്നും മലക്കുകളെന്നും ജിന്നുകളെന്നൊക്കെ പറയുന്നതെല്ലാം ഇതേപോലെ ഒരുപാട് അദൃശക്തികളാണ്. ഇതെല്ലാം മനുഷ്യരെ അവർക്ക് വേണ്ട നിമിത്തങ്ങളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താണ് ഇവരൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ദൈവം നേരിട്ടൊന്നും ചെയ്യാറില്ല. അപ്പം അതിനുള്ള കൊച്ചു കൊച്ചു ശക്തികളാണ് നമ്മൾ ഈ കാണുന്ന, ഈ ചുറ്റുപാട് കാണുന്ന ഈ സാധനങ്ങളെല്ലാം. ഇതോടൊപ്പം തന്നെ കുറേ ആസുരിക പൈശാചിക ശക്തികളുമുണ്ട്. ഇവരെയും ദൈവം എന്തിനു വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ മനുഷ്യനെ സ്വതന്ത്രനാക്കി വിടുമ്പോൾ അവന് തിന്മയിലേക്കും നന്മയിലേക്കും വേർതിരിച്ചെടുക്കണം. അതിന് പരീക്ഷണാർത്ഥമാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഈ പൈശാചിക ശക്തികളെ അലവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇവരുടെ പ്രലോഭനം മനുഷ്യന് ഇങ്ങനെ സ്ഥിരം ഉണ്ടാവും. അപ്പോൾ മനുഷ്യരെന്ത് ചെയ്യും? ഈ പ്രലോഭനത്താൽ വഴി തെറ്റി അങ്ങോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു നിശ്ചിത അളവിന് പുറത്ത് മനുഷ്യരെല്ലാം നെഗറ്റീവായി മാറുമ്പോൾ അവരെയൊക്കെ ബാലൻസ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രകൃതി ദുരന്തങ്ങളും. പ്രകൃതി ദുരന്തം മാത്രമല്ല, സാമ്പത്തിക നഷ്ടങ്ങൾ, വീട്ടിലെ വഴക്ക്, ബഹളങ്ങൾ, ഇങ്ങനെയുള്ള സകലമായ പ്രശ്നങ്ങളുണ്ടായി ഈ സമാധാനം നഷ്ടപ്പെടും. ഈ കർമ്മഫലം അനുഭവിച്ച് തീർത്ത് ഈ മനുഷ്യരെ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്നതാണ്. പക്ഷെ ഇവർ വിശ്വസിക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ഇപ്പോൾ ഒരുപാട് പള്ളികളുണ്ട്, അല്ലെങ്കിൽ അത്ര ആരാധന കേന്ദ്രങ്ങളുണ്ട്. ഇവർ വിശ്വസിക്കുന്ന ഇവരുടെ ദൈവങ്ങൾ ഇവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ. അതെ, ആ ദൈവങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവരെ സംരക്ഷിക്കുക? ആ ദൈവങ്ങളെല്ലാം ചെറിയ ചെറിയ ശക്തികളാണ്. അതൊക്കെ ഈ ഓരോരോ ദേശത്തുള്ള മനുഷ്യർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് ഈ പ്രകൃതിയൊക്കെ നിയമിച്ചിരിക്കുന്ന ആ വലിയ ശക്തിയിൽ നിന്നും വന്ന കൊച്ചു കൊച്ചു ശക്തികളാണ്. ഇതിനെയാണ് നമ്മൾ ചുറ്റും ഇതിവിടെ ശരിക്കും പറഞ്ഞ് ഇപ്പം ആ ദൈവം പോസിറ്റീവായിട്ട് മനുഷ്യനെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി പോസിറ്റീവ് ശക്തികളെ നിയമിപ്പിച്ച്, ഈ പോസിറ്റീവ് ശക്തി എന്ന് പറയുമ്പോൾ അതിൽ ശിക്ഷയുടെ ശക്തികളുണ്ട്, രക്ഷയുടെ ശക്തികളുണ്ട്. ഈ രണ്ടിലുമാണ് ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്യണത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നും കൊണ്ട് കുറേ നെഗറ്റീവ് ആസുരിക ശക്തികളുണ്ട്. ഈ അസുരന്മാരെന്ന് പറയുന്ന പോലെ ഹൈന്ദവത്തിൽ പറയുന്ന കുറേ പിശാചികൾ എന്ന് പറയുന്ന കുറേ ശക്തികളുമുണ്ട്. അപ്പോൾ ഈ ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്ത് മനുഷ്യൻ്റെ തിന്മ പെരുകി വരുമ്പോൾ ദൈവം ശരിക്കും മനുഷ്യന് ന്യായമായത് ചെയ്യാൻ വെച്ചിരിക്കുന്ന ശക്തികളല്ല ഈ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം ഇപ്പം പ്രവർത്തിക്കുന്നത്, നിയന്ത്രിക്കുന്നതല്ല. എല്ലാം ഈ പൈശാചിക ശക്തികളാണ്. ഇത് പ്രകൃതിക്ക് അറിയാം.
അപ്പം ഇതിനെയൊക്കെ മൊത്തം നശിപ്പിക്കണതാണ് ഈ പ്രകൃതി ദുരന്തവും ഓ, കാര്യങ്ങളും. ഈ ആരാധനാ കേന്ദ്രങ്ങളിലെ ദൈവങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് എല്ലാം ഇപ്പം നെഗറ്റീവാണ്. പോസിറ്റീവ് ആയിരുന്നത് ഇപ്പൊ ഫുൾ നെഗറ്റീവായി മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഈ ശിവന്, വിഷ്ണു അങ്ങനെ പറയുന്ന ദൈവങ്ങളെല്ലാം നെഗറ്റീവാണ്. ശിവൻ, വിഷ്ണു അങ്ങനെ ദൈവം അങ്ങനെ ഇല്ലല്ലോ. അതൊക്കെ ദേവന്മാര്, ദേവിമാര്. അത് ദൈവത്തിൽ നിന്നും ജനിച്ച ഓരോരോ ശക്തികളാണ് ഇതെല്ലാം. അതിൽ ശരിക്കുള്ള ദൈവത്തിന്റെ ശക്തികൾക്കൊന്നും രൂപമില്ല. ഈ പണ്ടുള്ള ഋഷിവര്യന്മാര് ബാക്കിയുള്ള ശിഷ്യരെ പഠിപ്പിക്കാനായിട്ട് ഭാവനാ രൂപങ്ങളിലൂടെ കഥ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഇപ്പം ഈ രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് പല പല രൂപങ്ങളിൽ നമ്മളിപ്പം ദൈവം ദൈവം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഈ രൂപങ്ങളിലും ഈ കേന്ദ്രങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന അത്രയും നെഗറ്റീവ് ശക്തികളാണ്. പൈശാചിക ശക്തികളാണ് മനുഷ്യർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ദൈവത്തിൻ്റെ നിയോഗിക്കപ്പെട്ട പോസിറ്റീവ് ശക്തികൾ ഇപ്പം അമ്പലങ്ങളിലോ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലോ ഇല്ല. അമ്പലങ്ങളിൽ എല്ലാം കുറച്ച്, എല്ലാം വളരെ അന്ന് ശരിക്കും എനിക്ക് ദൈവം പറഞ്ഞിട്ടുള്ളത് പരശുരാമൻ സ്ഥാപിച്ച അമ്പലങ്ങളുണ്ട്. പരശുരാമൻ വഴി സ്ഥാപിപ്പിക്കാൻ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന അതിൽ നിന്നാണ് ഇങ്ങനെ പകർച്ച വന്ന് പല പല അമ്പലങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇതൊന്നും ആ ദൈവം അല്ലെങ്കിൽ പ്രകൃതി പ്ലാൻ ചെയ്ത രീതിയിലല്ല ഇപ്പോൾ പോണത്. ഇതൊന്നും ദൈവത്തിൻ്റെ ഇതിലല്ല. ഈ പ്രതിമകളുണ്ടാക്കി, രൂപങ്ങളുണ്ടാക്കി, ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഇതൊന്നും ദൈവിക പദ്ധതിയിൽപ്പെട്ടതല്ല. ദൈവത്തിൻ്റെ ചൈതന്യം ഒരു കല്ലിലോ എന്തെങ്കിലും ആവാഹിച്ച് വെക്കുക, ശിശുക്കളായി നിൽക്കുന്നവർക്ക് പ്രകാശവും ശബ്ദവും കൊടുത്ത് ആ കല്ലിലുള്ള ചൈതന്യത്തെ വർദ്ധിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ചൈതന്യം ഇതുമായിട്ട് ചേർന്ന് ഒന്ന് ബൂസ്റ്റാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്പലം, ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ഭാവന രൂപങ്ങൾ കൊണ്ട് നിറച്ചിട്ട് അവിടെ പോയി എന്നെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഈ ക്രിസ്ത്യ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ഇതെല്ലാം അങ്ങനെ തന്നെ. ക്രിസ്ത്യ ദേവാലയം എന്ന സാധനം ഇല്ല. ബൈബിളിൽ എവിടെ ദേവാലയം പറഞ്ഞ ക്രിസ്ത്യ ദേവാലയം എവിടെ ബൈബിളിലുണ്ട്? ബൈബിൾ പറഞ്ഞിരിക്കുന്ന 2-3 പേർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് വന്നിരിക്കും. ഇത് ബൈബിൾ പറഞ്ഞിരിക്കണ ദേവാലയം, അതില്ലാതെ ദേവാലയം എന്നുള്ള പരിപാടി ഇല്ല. അന്ന് ദേവാലയം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നതിന് യേശു വന്ന് നിർത്തിക്കുകയാണ് ചെയ്തത്. ആ പുരോഹിത വർഗത്തെ അവരെയൊക്കെ കംപ്ലീറ്റ് ചീത്ത വിളിക്കുകയും സർപ്പസന്തതികളെ എന്ന് വിളിച്ച് അവരെ ഭയങ്കര രൂക്ഷമായി സംസാരിക്കുകയും ചെയ്തു. അതിന്റെ പേരിലാണ് യേശുവിനെ കൊന്നു കളഞ്ഞത് ഒരു വശം. അപ്പൊ അന്ന് ദേവാലയ പരിപാടി നിർത്താൻ പറഞ്ഞ ആളുടെ പേരിലാണ് ഇപ്പൊ ദേവാലയം കിടക്കുന്നത്. ശരിക്കും ബൈബിളിൽ ദേവാലയം ഇല്ല, ദേവാലയ പരിപാടി ഇല്ല. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. യേശു പറഞ്ഞ് പ്രാർത്ഥന എങ്ങനെയാണ്? അവനവൻ്റെ വീട്ടിൽ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് സ്വന്തം ദൈവത്തോട് സംസാരിക്കാതെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയല്ലേ യേശു പഠിപ്പിച്ചത്. ഇപ്പൊ ഏത് ദേവാലയം എവിടെ ഇപ്പൊ അത് നടക്കുന്നത്? അപ്പൊ ഇതൊക്കെ നശിക്കണോ വേണ്ടയോ? ദൈവവിരുദ്ധമായിട്ട് നിൽക്കുന്ന ഈ സാധനങ്ങളെല്ലാം പ്രകൃതി തന്നെ നശിപ്പിക്കുന്നതാണത്. അപ്പോൾ ജനങ്ങൾക്ക് ബോധം കൊടുക്കുന്നതാണ്. ഇതിലൊന്നും എൻ്റെ ശക്തി ഇല്ല, നിങ്ങളീ പറയുന്ന എൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലെന്ന് ദൈവം പല ആവർത്തി അനുഭവങ്ങളിലൂടെ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കണേണിത്. അപ്പോൾ ചില ആരാധനാലയ കേന്ദ്രങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ചില അത്ഭുതങ്ങളൊക്കെ നടക്കുന്നതായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇത് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഈ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത്ഭുതം ചെയ്യാനുള്ള ശക്തി ആ ദൈവത്തിന്റെ ശക്തിയിലുണ്ട്. ഞാൻ ഈ ചൈതന്യം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ആൾറെഡി ഒരു ചൈതന്യം വെച്ചാണ് ജനിപ്പിച്ചേക്കുന്നത്. അതാണ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ എന്ന് പറയുന്നത്. യഹം ബ്രഹ്മാസ്മി എന്ന് നമുക്ക് പറഞ്ഞതിന്റെ കാര്യത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അതുണ്ട്. ഇതിനെ ബൂസ്റ്റ് ചെയ്തെടുക്കുക. ഇതെങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ധർമ്മം പാലിച്ചാൽ അത് ബൂസ്റ്റ് ആവും. ഇത്രയേ ഉള്ളൂ. ഭൂമിയിൽ വരുന്ന മനുഷ്യൻ പ്രകൃതിയുടെ വ്യവസ്ഥകൾ മനസ്സിലാക്കി അവൻ ധർമ്മം പാലിച്ച് ജീവിക്കും തോറും ഇത് ബൂസ്റ്റായി വരും. അറിവ് നേടുക, ജ്ഞാനം നേടുക, ഇത് ബൂസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഇത് ബൂസ്റ്റ് ആവാൻ ഈ വഴി അറിവിടാത്ത ആൾക്കാർക്ക് ഇത് അവന് ബൂസ്റ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നെയാണ് ചില കല്ലിലോ നശിക്കാത്ത ലോഹത്തിലോ ഈ ചൈതന്യത്തെ ആവാഹിക്കാൻ കഴിവുള്ള ഗുരുനാഥൻ ഇതിനാവാഹിക്കും. ആവാഹിച്ച് വെച്ചിട്ട് ശബ്ദം വിളിച്ചു ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ചൈതന്യം ബൂസ്റ്റ് ആവും. അപ്പം നമ്മൾ ശിശുവായി നിൽക്കുന്ന പ്രകൃതിയിൽ നിന്നും പ്രാർത്ഥിച്ച് ബൂസ്റ്റാക്കാൻ, അല്ലെങ്കിൽ ആ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ അറിഞ്ഞൂടാത്തവർക്ക് ആ നട തുറക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് നിൽക്കുമ്പോൾ ഈ ആവാഹിച്ച് വെച്ചിരിക്കുന്ന ചൈതന്യം അവനിലേക്ക് വരും. അതൊരു ഓറ പോലെ ഇങ്ങനെ സറൗണ്ടിങ്സിൽ വരും, ചുറ്റാകഞ്ഞിന് വരും. അതിനകത്ത് നിൽക്കുന്നവന്റെ ആത്മാ ബൂസ്റ്റ് ആവും. ഇത് ബൂസ്റ്റ് ആവുന്ന സമയത്ത് അവന്റെ രോഗശാന്തിയോ അവന്റെ പ്രശ്നങ്ങൾ തന്നെ അവനിൽ തന്നെ ക്യൂർ ആവുന്നതാണത്. അപ്പൊ ഈ രോഗശാന്തിയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ഗുരുക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ആൾറെഡി ഈ ചൈതന്യം ഉള്ള വ്യക്തികളിലൂടെ പ്രാർത്ഥിച്ചും ഒക്കെ ചെറുതായിട്ട് ബൂസ്റ്റ് ആവും. പക്ഷേ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഈ വ്യക്തി ഇപ്പം ഞാൻ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഭയങ്കര ലെവലിൽ എൻ്റെ എനർജി ഞാൻ ബൂസ്റ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ ആ എനർജി അവൻ്റെ എനർജിയും കൂടെ ലിങ്കായിട്ട് അവനിൽ ചില നെഗറ്റിവിറ്റി കുറയണതാണ്. അവൻ ചില നെഗറ്റീവായി നിൽക്കുന്ന ചില പവേഴ്സ് അവനിൽ നിന്ന് മാറി നിൽക്കും. അവന് അസുഖം മാറി. ഇവൻ വീട്ടിൽ പോയിട്ട് പഴയപടി തന്നെ ജീവിക്കുമ്പോൾ ഈ ഇറങ്ങിപ്പോയി തിരിച്ചു കയറിയാണ് അവൻ. വീണ്ടും അവൻ നെഗറ്റീവ് അല്ലേ. അപ്പം ഇതിൽ അങ്ങനെ ഒരാൾ വഴി ഇങ്ങനെ ഒരു സംഭവം ചെയ്തെന്ന് പറഞ്ഞാൽ അവന് ശാശ്വത പരിഹാരം കിട്ടൂല. അവൻ്റെ ജീവിതവും പ്രവൃത്തിയും അവൻ പോസിറ്റീവ് ആകുമ്പോഴല്ലേ അവനിലുള്ള പോസിറ്റിവിറ്റി കൂടുള്ളൂ. ഇത് അവൻ വീണ്ടും തെറ്റിപ്പോവുകയല്ലേ. ഇതെന്തുകൊണ്ട് ഈ ഗുരുക്കന്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല? അതുകൊണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇപ്പം നിർത്തി എന്നാണ് എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടുന്നത്.
ഇനി ഒരു ഗുരുക്കന്മാരിലൂടെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ രോഗശാന്തികൾ ഇനി അങ്ങോട്ടും നടക്കൂല. പകരം അവരവർ തന്നെ അവനവൻ്റെ ആത്മീയ അറിവ് വെച്ച് എത്രത്തോളം ധർമ്മം പാലിക്കാൻ പറ്റുമോ അത്രയും പാലിക്കുക, അവനവൻ പോസിറ്റീവ് ആവുക, അവൻ്റെ പ്രശ്നങ്ങൾ താനേ മാറും. അതുകൊണ്ട് ഇപ്പം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിലൂടെയൊന്നും ഒരു അത്ഭുതങ്ങളൊന്നും നടക്കില്ല. അവരുടെ കച്ചവടമൊക്കെ പൂട്ടും. ഇവരുടെ ശരിക്കും ബൈബിളിൽ പറഞ്ഞേക്കെന്ന് വെച്ചാൽ ഈ അത്ഭുതങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ വഴി ദൈവം അല്ലെങ്കിൽ അദൃശക്തികൾ ഒരു അത്ഭുതമോ കാര്യമോ ചെയ്ത് കൊടുക്കുന്നത് ദൈവം എന്നൊരു ആളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചില ശക്തികളുണ്ട്, അമാനുഷികമായ ഈ ശക്തിയിലൂടെ എൻ്റെ പ്രശ്നം മാറും എന്നതിൻ്റെ ഒരു തെളിവാണ്. ഈ തെളിവ് കിട്ടുന്നവൻ വീണ്ടും ഈ വ്യക്തിയുടെ അടുത്ത് വരും. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യണം? അവനെ നിയമം പഠിപ്പിക്കണം, പ്രകൃതിയുടെ വ്യവസ്ഥകൾ പഠിപ്പിക്കണം, ധർമ്മം പഠിപ്പിക്കണം. അങ്ങനെ വരുന്നവനെ, അത്ഭുതം കാണിച്ച് അവനിൽ വ്യത്യാസം വരുന്നവനെ ദൈവത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ച് അവനെ പോസിറ്റീവാക്കി എടുക്കുക. ഇതാണ് ഗുരുക്കന്മാരുടെ ഡ്യൂട്ടി. ഇപ്പോൾ ഉള്ള ഗുരുക്കന്മാർ ആരും ഇത് ചെയ്യുന്നില്ല. അവർ പൊടിക്കൈ. അപ്പോൾ ഇത് മനസ്സിലായിക്കൊണ്ട് എന്ത് ഈ പൈശാചിക ശക്തികൾ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല മൂന്നാമതൊരു വിഭാഗം ഉണ്ടല്ലോ കുറേ അസുര ശക്തികൾ, ഇവരാണ് ഇപ്പം ഇവരിലൂടെ ഈ ആൾക്കാർക്ക് പൊടിക്കൈകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി ചെയ്യുന്ന പരിപാടി മതിയാക്കി തുടങ്ങി, നിർത്തി. അതിനില്ല. ഇനി എവരിലൂടെയാണ് നടക്കുക. ഇതും കുറച്ചാൾ കഴിയുമ്പോൾ ദൈവം തന്നെ മറ്റേ ശക്തികളിലൂടെ, അതാണ് ദേവാസുര യുദ്ധം എന്ന് പറയുന്നത്. ഈ അസുരന്മാരെ ദേവന്മാർക്ക് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശക്തികൾ ഈ തെറ്റി നിൽക്കുന്ന ഈ നെഗറ്റീവ് ശക്തികളെ ഒരു യുദ്ധമുണ്ട്, അത് നടന്നുകൊണ്ടിരിപ്പുണ്ട്. അത് കാരണം ഇനി ഇങ്ങനെയുള്ള പൊടിക്കൈകൾ ഈ നെഗറ്റീവ് ശക്തികളുടെ കൂടെ പോലും നടക്കില്ല. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അവനവൻ നന്നാവണം, രോഗശാന്തികളൊന്നും നടക്കില്ല. രോഗശാന്തി നടക്കും, അവരവർ നന്നായി നടക്കും. അവനവൻ്റെ രോഗം അവനവൻ തന്നെ നന്നായി മാറുക. കാര്യം പണ്ടെന്ന് വെച്ചാൽ അറിവില്ല, ഈ ആത്മീയ അറിവില്ല. ഇപ്പം തന്നെ നിങ്ങൾ തന്നെ നോക്കുക, യൂട്യൂബിലൂടെയൊക്കെ എന്തുമാത്രം ആൾക്കാർ എന്തെല്ലാം അറിവ് തിരിച്ചും മറിച്ചും കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. പണ്ട് ഒരാൾക്കൊരു അറിവ് വേണമെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കണം, അയാളുടെ കൂടെ ശിഷ്യനായിട്ട് അയാൾ വീട്ടിൽ ജോലിയും ചെയ്ത് അവിടെ നിന്ന് കുറേ കഴിഞ്ഞ് ഇങ്ങർക്ക് അവനെ ബോധിച്ചാൽ മാത്രം ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ദൈവം തന്നെ എല്ലാ മാധ്യമങ്ങളിലൂടെയും ദൈവം എന്താണ്, അദൃശക്തികൾ എന്താണ്, നമ്മളെ ആര് നിയന്ത്രിക്കുന്നു, ഏലിയൻസ് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ മനുഷ്യർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ ഇതെല്ലാം കേട്ട് രസിച്ചിരിക്കണമല്ലാതെ ആരും ഇതൊന്നും മനസ്സിലാക്കി ജീവിക്കുന്നില്ല. അപ്പോൾ ഈ അന്ത്യകാലത്ത് ഈ കാലഘട്ടം കഴിഞ്ഞു. 2012 മുതൽ പ്രകൃതി സ്ട്രിക്റ്റ് എന്നാണ് എൻ്റെ പറഞ്ഞേക്കണം. ഇനി അങ്ങോട്ടും കൂടുതൽ ഈ ഫ്രീ ആയിട്ടുള്ള ഒരാൾ പ്രാർത്ഥിച്ച് ഒരാൾക്ക് അസുഖം മാറ്റി കൊടുക്കൽ, അല്ലെ മന്ത്രം ജപിച്ച് കുഴിച്ചു കൊടുക്കൽ, ഏലസ് കെട്ടിക്കൊടുക്കൽ, ഇതൊന്നും ഇനി സക്സസ് ആവില്ല. സംശയം നോക്കിക്കോ നിങ്ങൾ, ഇങ്ങനെ ആൾക്കാരടുത്തൊക്കെ പോയി ചോദിച്ചാൽ അറിയാം, അവർക്ക് സക്സസ് ആവില്ല. ഇനി ചെയ്യണവർക്കും ശിക്ഷ കിട്ടും, ഇതിൻ്റെ പുറകെ പോണവർക്കും ശിക്ഷ കിട്ടും. അതാണ് ഇനിയുള്ള കാലഘട്ടം. ഒറ്റ കാര്യമേ ഉള്ളൂ, വ്യവസ്ഥ പാലിക്കുക, ധർമ്മം പാലിക്കുക. വ്യവസ്ഥ അത് എല്ലാ മതങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒറ്റ വ്യവസ്ഥയാണല്ലോ. എന്താണത്? ഏതാണ് ദൈവം? ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒന്നാമത്തെ വ്യവസ്ഥ. ദൈവം ഏതെന്നാണ് പറഞ്ഞേക്കുന്നത്? മുസ്ലിം മതത്തിലെ ദൈവം ഏത്? ഒറ്റ ദൈവം, രൂപമുണ്ടാ? ഇല്ല. ഹിന്ദു മതത്തിലെ ദൈവം ഏത്? വേദങ്ങളാണ് ദൈവങ്ങൾ എന്നാണ് പറയപ്പെടാറ്. അല്ലെങ്കിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര്, ഇവർ മൂന്നുപേരും ആരുടെടുത്താണ് ധ്യാനിക്കുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്? അതാണ് ഹൈന്ദവത്തിലെ ദൈവം. ആ ദൈവത്തെ ഒന്നും ആരും മൈൻഡ് ചെയ്യണില്ല. അതിനാണ് ശ്രീകൃഷ്ണമെന്ന് പഠിപ്പിച്ചേക്കുന്നത്. കൃഷ്ണമെന്ന് പഠിപ്പിച്ച ദൈവം ആരാണ്? പരമാത്മാവ്. രൂപം കാണണമെന്ന് വെച്ചപ്പോഴത്തേക്ക് പ്രപഞ്ചത്തിലുള്ള സകലതും കാണിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ ഒരു രൂപമില്ലാത്ത ഒരു ദൈവമുണ്ട്, ഹിന്ദുക്കൾക്കും ഉണ്ട്. ഏത് ഹിന്ദുക്കൾക്ക് അറിയാം? ഇപ്പോൾ ഉള്ള ആചാര്യന്മാരൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം പലരും പറയുന്നുണ്ട് സൃഷ്ടാവാ ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ദൈവം കൊടുക്കുന്ന അറിവാണ്. അവരിലൂടെ എങ്ങനെ ജനം അറിയട്ടെ ദൈവം ആരാണെന്ന്. അപ്പം അന്ത്യകാലത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ആരാണെന്ന് ദൈവം മനുഷ്യരെ പഠിപ്പിക്കണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയുന്ന ദൈവങ്ങളല്ല യഥാർത്ഥ ദൈവം. ഇതെല്ലാം ആ ദൈവത്തിന്റെ സൃഷ്ടികളാണ്, കൊച്ചു കൊച്ചു ശക്തികൾ. നമ്മൾ ശരിക്കുള്ള ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചം മൊത്തം നിയന്ത്രിച്ചും പരിപാലിച്ചും, നമ്മളെ സൂര്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഗാലക്സിയിലുള്ള സൂര്യന്റെ ഏറ്റവും വലിയ സൂര്യന്റെ അടുത്തൊരു സൂചിയിട്ട് കുത്തി എത്ര വരും അത്രയേ ഉള്ളൂ നമ്മുടെ സൂര്യൻ. അത്ര കോടിക്കണക്കിന് സൂര്യന്മാർ നമ്മളെ ഗാലക്സി തന്നെ ഉണ്ട്. അങ്ങനെ കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യമായ ഒരു മനസ്സാണ് ഈ ദൈവം എന്ന് പറയുന്നത്. നമ്മളെ മനസ്സില്ലേ? നമ്മളെ മനസ്സിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ മനസ്സ് മരിക്കണില്ല, ശരീരം പോകുന്നു. ബോധ മനസ്സ് താൽക്കാലികം ജനിച്ച ബോധ മനസ്സും മാഞ്ഞങ്ങ് പോകുന്നു. നമ്മളെ ഉപബോധ മനസ്സുണ്ട്. ഇതാണ് ഈ ബാധ എന്ന് പറഞ്ഞ അപ്പുറപ്പുറമൊക്കെ ആൾക്കാരിലേക്ക് പറഞ്ഞത് ആ മനസ്സാണ്. ഈ മനസ്സിന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതേപോലെ ദൈവം എന്നുള്ളൊരു മനസ്സാണ്. ആ മനസ്സിന് തോന്നുന്ന ഭാവനകളാണ് ഈ സൃഷ്ടിയായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പം ദൈവത്തിന് ഒരാളെ ദൈവം എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പം നമ്മളെ ശരീരത്തിൻ്റെ കോശം, ഇപ്പം നമ്മളെ ഹാർട്ടിൻ്റെ അകത്ത് കുടലിലിരിക്കുന്ന ഒരു കോശം, ആ കോശം ചോദിക്കുകയാണ് എനിക്ക് എന്നെ സൃഷ്ടിച്ച അല്ലെ എൻ്റെ ദൈവത്തെ കാണണം എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന കോശം എങ്ങനെ എന്നെ കാണും? അതേപോലെയാണ് നമ്മൾ ഭൂമി കിടക്കണം. നമ്മൾ എവിടെ ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയണമെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്ത് പോകണം, എത്രയോ ദൂരം എന്നിട്ട് നോക്കണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന്.
പിടികിട്ടിയ. അപ്പോൾ ഇത് നമുക്ക് പറ്റുന്ന കേസല്ല. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനസ്സുണ്ട്. യഥാർത്ഥ ദൈവത്തെ അറിയാൻ എന്തെങ്കിലും വഴികളുണ്ടോ? അതാണ് ധ്യാനത്തിലൂടെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ആ മനസ്സുമായിട്ട് കോൺടാക്ട് ചെയ്യണം, അത്ര തന്നെ. നമ്മളെ മനസ്സും നമ്മളെ ഉപബോധ മനസ്സും പ്രകൃതി മനസ്സുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും. അങ്ങനെയൊക്കെ എവിടെ നിന്നാണ് ഈ അറിവുകൾ കിട്ടുന്നത്? ഇങ്ങനെ തന്നെ കിട്ടും. എനിക്ക് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞില്ല, കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴേ എൻ്റെ ഉള്ളിലൂടെ ആരോ ഇങ്ങനെ ഇടപെടുന്ന പോലെ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരെന്ന് അന്വേഷിച്ചാണ് ഞാൻ അവസാനം ഈ വിധ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത്. അതും ഒരു നെഗറ്റീവ് എനർജി ആയിക്കൂടെ? ആയിരിക്കും, എനിക്കറിയണ്ട. പക്ഷേ ആ നെഗറ്റീവ് എനർജിന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൊറോണ വന്നതിന് മുമ്പും ഇങ്ങനൊരു സാധനം വരുമെന്നും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യാധി ഇപ്പോൾ എല്ലാം വരാൻ പോവുകയാണ്, പ്രശ്നം ലോകം മൊത്തം അറസ്റ്റ് ചെയ്യും. കാര്യം എൻ്റെ അടുത്ത് എന്നോട് ഇടപെടുന്ന ആ ശക്തി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മൊത്തമുള്ള സകലമാന ആരാധനാലയങ്ങൾ ഞാൻ ഒന്നിച്ച് പൂട്ടിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം എങ്ങനെ നടക്കും? ലോകത്തുള്ള സകലമാന ആരാധനാലയങ്ങൾ ഒന്നിച്ച് പൂട്ടണം, അതെങ്ങനെ സംഭവിക്കും? അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു അടയാളം കാണും, ഒരു തെളിവ് കിട്ടണം. കാര്യം ഞാൻ അന്ന് ഈ ആൾക്കാരുടെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റും. എന്നോട് ആരോ എന്തോ പറയുന്നു, എന്നെ എന്തൊക്കെ കാണിച്ചു തരുന്നു, അതൊക്കെ നിയന്ത്രിക്കുന്നു, ഏലിയൻസിനെ കാണിച്ചു തരുന്നു, ഭൂമി വരുന്നു, ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ എനിക്കത് പറഞ്ഞു തരുന്നത് ഏതോ നെഗറ്റീവായിട്ടാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അറിവ് വെച്ചെന്ന്. പിന്നെയാണ് ഇത് നെഗറ്റീവോ പോസിറ്റീവോ പുള്ളിക്ക് എന്തായാലും ഭൂമി മൊത്തം നിയന്ത്രിക്കാൻ പറ്റും എന്ന സത്യം എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഈ കൊറോണ വന്നത്. അപ്പോൾ എനിക്ക് തെളിവ് കിട്ടി. അതിനുശേഷമാണ് ഞാൻ ശരിക്കും പബ്ലിക്കായിട്ട് അറിയാമെന്നുള്ളതൊക്കെ പറയാൻ തുടങ്ങിയത്.